ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് മടവൂർ പാറയിലേക്കാണ്. തിരുവനന്തപുരം പോത്തൻകോടാണ് മടവൂർ പാറ സ്ഥിതി ചെയ്യുന്നത്. ഈ പാറയുടെ പ്രത്യേകത 1000-ഓളം വർഷം പഴക്കമുള്ള ഒരു ഗുഹാക്ഷേത്രം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പല്ലവ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പണിയെടുപ്പിച്ചിരിക്കുന്നത്. പുരാതന ജൈന ഗുഹാക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 1960 കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം ചെങ്കോട്ടുകോണം ആശ്രമത്തിന്റെ കീഴിലായിരുന്നു. അവരിൽ നിന്നും കേരള പുരാവസ്തു വകുപ്പാണ് ഇത് ഏറ്റെടുക്കുന്നത്. 2010 സർക്കാർ ഇതിനെ പൈതൃക പരിസ്ഥിതി ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത്. സഞ്ചാരികൾക്കായി ഇവിടെ ഒരു വലിയ ബാംബു ബ്രിഡ്ജും കുറച്ച് ഹഡുകളും ഒരു കാഫ്റ്റീരിയയും ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമുക്കിവിടെ ഒരു സ്റ്റേജ് കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ബെഞ്ചസ്. ഈ പാറയുടെ മുകളിൽ നിന്ന് താഴോട്ടാണ് അമ്പലത്തിലേക്ക് പോകേണ്ടത്. താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 30 പടവുകൾ കല്ലിൽ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട്. ആ പടവുകൾ കയറി മുകളിലെത്തുന്നത് അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ്. അവിടെ നിന്ന് നമുക്ക് അമ്പലം കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് പരമശിവനാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 300 അടിയോളം ഉയരത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത നല്ലൊരു സ്ഥലമാണ് തിരുവനന്തപുരം പോത്തൻകോടുള്ള മടവൂർ പാറ. അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുമാണ് ഇവിടെ തിരക്ക് കാണപ്പെടുന്നത്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് മടവൂർ പാറ. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴക്കൂട്ടവും തിരുവനന്തപുരവും നന്നായിട്ട് കാണാൻ പറ്റും. ആ കാഴ്ചകളും കണ്ട് ഒരു ചായയും കുടിച്ച് വിശ്രമിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. നടക്കാൻ ആഗ്രഹമുള്ളവർക്കും അത്യാവശ്യം നടക്കാൻ ഇവിടെ തന്നെ സ്ഥലമുണ്ട്. കയറി ചെല്ലുമ്പോൾ എൻട്രൻസിലുള്ള ഫ്ലക്സ് ബോർഡുകളും കുറച്ച് പോസ്റ്ററുകളും ഒഴിച്ചാൽ നല്ലൊരു സ്ഥലമാണ് മടവൂർ പാറ.